ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതൊന്നും ഇന്നലെ പഠിപ്പിച്ചതൊന്നും നിങ്ങൾക്ക് ഓർമ്മയില്ല. പിന്നെ എന്തിനാ ഞാനിവിടെ നിങ്ങൾ കഷ്ടപ്പെട്ട് ഇങ്ങനെ എഴുതി പഠിപ്പിക്കുന്നത്? നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ വീട്ടിൽ പോയിട്ട് പഠിച്ചാൽ പോരെ. ഞാൻ പിന്നെ എല്ലാവരുടെയും പേരൻസ് നാളെ തന്നെ എന്നെ ഇവിടെ കാണാൻ വന്നു. എന്തെങ്കിലും എൻ്റെ സ്വഭാവം അറിയാലോ. വെച്ചേക്കില്ലല്ലോ എല്ലാത്തിനും. ടീച്ചർ തുടങ്ങി ടീച്ചർക്ക് നമ്മുടെ പേരൻസിനെ കാണുന്നു. അല്ല, നമ്മുടെ പേരൻസ് ഫോൺ വിളിച്ചു പറഞ്ഞാൽ പോരെ. എന്ത് 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 ഞാൻ പറഞ്ഞതൊക്കെ കേട്ടോ. നിങ്ങളുടെ പെരുമാറിക്കുന്നൊക്കെ ഞാൻ കേട്ടു. ഇനിയിപ്പം നിങ്ങൾക്ക് പണിഷ്മെന്റ് തന്നല്ലേ പറ്റൂ. ഒരു ടീച്ചറെ കുറിച്ച് ഇങ്ങനെയാണോ സ്റ്റുഡൻസ് പറയണ്ടേ? അതെ മിസ്, യെസ്. എന്ത് തർക്കത്തിനായത്? ഇന്നലെ നിങ്ങളുടെ പാരൻസിനെ കുറിച്ച് പറഞ്ഞേ പറ്റൂ. അതൊക്കെ പോട്ടെ, നിങ്ങളിപ്പോ നമ്മളുടെ അവധിക്കാലത്തിന്റെ ആ പേജ് എടുത്ത അതിന് നിങ്ങൾ കുറച്ച് എഴുതാൻ. ഒരവധിക്കാലത്ത് ടീച്ചർ നമ്മളെ പഠിപ്പിക്കാൻ നോക്കിയിട്ട് ടീച്ചർക്ക് ഇപ്പൊ പഠിപ്പില്ലല്ലോ. ടീച്ചർമാരോടാണോ തർക്കത്തിനും പറയുന്നത്? ഒരവധിക്കാലത്ത് ജാനകിയും അച്ഛനും പുറത്തു പോയി. ആറാം നിലയിൽ നിന്ന് ലിഫ്റ്റിലേക്ക് ഇറങ്ങി. പിന്നെന്താ? ഇനി നോട്ട്ബുക്ക് എടുത്ത് ഇത്രയൊക്കെ മതി. ഇനി ഞാൻ നോട്ട്ബുക്ക് എടുത്ത് വേറെ ഒന്ന് ഞാൻ ബോർഡ് മേലെ എഴുതാം. ബോർഡൊന്നും വേണ്ട, എല്ലാം ഞാൻ ഈ ബുക്കിൽ എഴുതി തരുന്നൊക്കെ എഴുതണേ. ശരി സർ. അവൻ നിങ്ങൾ നല്ല നീറ്റായിട്ട് എഴുതണേ. അവനും ഇവളും അങ്ങനെ ആയിട്ട് എഴുതണേ. ബാക്കി ഞാൻ നിങ്ങൾക്ക് നാട്ടെടുക്കാം. ബെല്ലടിച്ചാ പോട്ടെ. ഓക്കെ. ടീച്ചർ പോയി. അടുത്ത പീരീഡ് എഴുതാൻ നോക്കട്ടെ. അയ്യോ, അടുത്ത സാന്ദ്ര മിസ് ആണല്ലോ. ഇന്ന് നമ്മളെ കുറെ ഡ്രില്ല് കൊണ്ടുപോയി. സാന്ദ്ര മിസ് എവിടെ പോയി? ഈ മിസ്സിന് സാന്ദ്ര മിസ്സിന് ലീവാ. അതുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. ആർക്ക് നോട്ട്ബുക്ക് എടുത്തേ? അല്ല, എന്നോടാ കളി.